ദേശീയ പ്രസ്ഥാനങ്ങൾ, ദേശീയ പാർട്ടികൾ ഏതായിരുന്നു എന്ന് പണ്ട് ചോദിച്ചാൽ ഒരുപക്ഷെ BJP-യേക്കാൾ എടുത്തു പറയേണ്ട ഒരേയൊരു പാർട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ, അത് കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം, എല്ലാ സ്ഥലങ്ങളിലും പരിതാപകരമായ അവസ്ഥയാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ന്യൂനപക്ഷ കേന്ദ്രീകൃതമായി സമ്പൂർണമായി കോൺഗ്രസ് മാറുകയും ഭൂരിപക്ഷ ജനതയെ കോൺഗ്രസ് കൈവിടുകയും ചെയ്തതാണ് അവരുടെ തകർച്ചയ്ക്ക് കാരണം എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടി വരും. കാരണം ഇതിനു മുൻപെല്ലാം എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ്. പക്ഷേ ഇന്നിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് രാജ്യത്താകമാനം ഹിന്ദു ജനവിഭാഗത്തെ കൈവിട്ട് കോൺഗ്രസ് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് നടന്ന അസമിലും ബംഗാളിലും കോൺഗ്രസിനായി മത്സരിച്ച് ജയിച്ചവരിൽ ഭൂരിഭാഗവും മുസ്ലിം സ്ഥാനാർത്ഥികൾ ആണ് എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ കണക്കുകൾ അടക്കം നമ്മൾ പുറത്തുവിടാൻ പോവുകയാണ്. UDF വൻ വിജയം നേടിയ കേരളത്തിലും ഈ ട്രെൻഡിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. ആ റിപ്പോർട്ടിലേക്ക് പോയി വരാം. ദേശീയ പാർട്ടിയായ കോൺഗ്രസിൽ ഒരു കാലത്ത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാർട്ടി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക വദ്രയുടെയും കാലത്തെത്തുമ്പോൾ ഭൂരിപക്ഷ ജനതയെ കൈയൊഴിയുന്ന കാഴ്ചയാണ് കാണുന്നത്. 2014 ശേഷം BJP-ക്ക് അനുകൂലമായി ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായതോടെ കോൺഗ്രസ് അതിന്റെ നിലനിൽപ്പിനായി മുസ്ലിം വോട്ടർമാരിലേക്ക് കൂടുതൽ അടുത്തു. ഇത്തവണ അസമിൽ കോൺഗ്രസ് 126 സീറ്റുകളിൽ 99 എണ്ണത്തിൽ മത്സരിച്ചു. 19 സീറ്റുകൾ ജയിച്ചതിൽ 18 പേരും മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ്. പശ്ചിമ ബംഗാളിൽ 292 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് വെറും 2 സീറ്റുകൾ നേടി, രണ്ടും മുസ്ലിം സ്ഥാനാർത്ഥികൾ. കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ ടിക്കറ്റുകൾ നൽകുന്നതാണ് ഈ പ്രവണതയ്ക്ക് കാരണം. UDF വൻ വിജയം നേടിയ കേരളത്തിലും ഈ ട്രെൻഡിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നയിക്കുന്ന UDF 140-ൽ 102 സീറ്റുകൾ നേടിയാണ് ഇക്കുറി അധികാരത്തിലെത്തിയത്. അതിൽ മുസ്ലിം ലീഗിന്റേതടക്കം 30 പേർ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് 5 സീറ്റുകളിൽ മത്സരിച്ച് 2 സീറ്റുകൾ നേടി. അതിലൊരാൾ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ്. ജനാധിപത്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവസരം നൽകുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ഒരു സെക്യുലർ പാർട്ടിയെ സംബന്ധിച്ച് പൂർണ്ണമായും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണ് എന്ന് പറയേണ്ടി വരും. 2014-ൽ AK ആന്റണി അധ്യക്ഷനായ സമിതി കോൺഗ്രസ് ന്യൂനപക്ഷ കേന്ദ്രീകൃതമാകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പാർട്ടി അത് ഗൗരവത്തിൽ എടുത്തില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് BJP നേതാക്കളും കോൺഗ്രസിനെ മുസ്ലിം ലീഗ് എന്നാണ് നിലവിൽ വിശേഷിപ്പിക്കുന്നത്. മുൻപ് അസമിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിരുന്ന AIUDF-ന്റെ ബദറുദ്ദീൻ അജ്മലും ഇപ്പോൾ കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് മുസ്ലിം ലീഗ് എന്ന പേരിലാണ്. ഒരിക്കൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടിരുന്ന കോൺഗ്രസ് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ഭൂരിപക്ഷ ജനതയെ കൈവിട്ട് കഴിഞ്ഞു. 2026-ലെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ ഇക്കാര്യം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നു. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.